അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സർവാദരണീയരായ ഉസ്താദുമാർ, മറ്റു വാക്കുകൾ കാതോർത്തുകൊണ്ടിരിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കൾ, ഇവിടെ പ്രതിപാദിക്കാൻ കിട്ടിയിട്ടുള്ള വിഷയം സൂറത്തുൽ ഹുജറാത്തിലെ 12ാമത്തെ ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനു ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദൽ-ളന്നി ഇസ്മുൻ വലാ തജസ്സസൂ വലാ യഗ്തബ് ബഅദുകും ബഅദൻ അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂഹു വത്തഖുല്ലാഹ ഇന്നല്ലാഹ തവ്വാബുർ റഹീം. യഥാർത്ഥത്തിൽ ഈ ആയത്തിലൂടെ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി, നിങ്ങളുടെ ഭാവനകളിൽ നിന്ന്, ലന്നുകളിൽ നിന്ന് അധികത്തിനെയും നിങ്ങൾ ഒഴിവാക്കിയിരിക്കുക. കാരണം എന്താണ്? ഇന്ന ബഅദൽ-ളന്നി ഇസ്മുൻ, ചില ലന്നുകൾ, ചില ഭാവനകൾ അത് മോശപ്പെട്ടതാകുന്നു, അത് കുറ്റകരമായതാകുന്നു. വലാ തജസ്സസൂ വലാ യഗ്തബ് ബഅദുകും ബഅദാ, നിങ്ങളിൽ ചിലരെന്താണ് മറ്റുള്ളവരെ കുറിച്ച് എന്താണ് അപമാനം പറയുകയും ഗീബത്ത് പറയുകയും ചാരപ്പണി പറയുകയും ചെയ്യുകയും ചെയ്യരുത്. കാരണം അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതാ, മയ്യിതായ മരണപ്പെട്ടുപോയ നിങ്ങളുടെ സഹോദരന്റെ മാംസം നിങ്ങൾ തിന്നാൻ ആഗ്രഹിക്കുന്നുണ്ടോ? വത്തഖുല്ലാഹ ഇന്നല്ലാഹ തവ്വാബുർ റഹീം, തീർച്ചയായും അല്ലാഹു തൗബ സ്വീകരിക്കുന്നവനും റഹീമുമാകുന്നു എന്നാണ് ഈ ആയത്തിലൂടെ ചുരുക്കം പറയുന്നത്. യഥാർത്ഥത്തിൽ ഒരു മാനവികതയുടെ ശബ്ദമാണ് ഇത്. അഥവാ വർഗമേതോ ജാതിയേതോ മതമേതോ എന്നോ വ്യത്യാസമില്ലാതെ മനുഷ്യൻ ആരാകട്ടെ അവരുടെ കാര്യങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കുകയും അതുപോലെ തന്നെ മറ്റവരെ കുറിച്ച് ഗീബത്ത് പറയുകയും നിങ്ങൾ അരുത് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഗീബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ദിക്റു അഖാക ബിമാ യുക്റഹു, തന്റെ സഹോദരന് ഇഷ്ടപ്പെടാത്തത്, അത് ഉള്ള കാര്യമാകട്ടെ എങ്കിലും ഇഷ്ടപ്പെടാത്ത കാര്യമാണോ, അതാണ് ഗീബത്ത്. ആ ഗീബത്ത് നിങ്ങളിൽ നിന്നുണ്ടാകരുത്. ഈ ആയത്തിന്റെ സബബുൻ നുസൂൽ അന്വേഷിക്കുമ്പോൾ രണ്ട് ചരിത്രകാരന്മാർ മുഫസ്സിറുകൾ രണ്ട് ചരിത്രങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അഥവാ മഹാന്മാരായ രണ്ട് സ്വഹാബത്ത്, അവിടുന്ന് അവർക്കൊരു ഖാദിമുണ്ടായിരുന്നു. ആ ഖാദിമിനെ രണ്ട് സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഭക്ഷണം വാങ്ങുന്നതിന് വേണ്ടി പറഞ്ഞയക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കിലേക്ക് ചെന്നപ്പോൾ അവിടെ ഭക്ഷണമില്ലാത്തൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പറഞ്ഞു വരുന്നത്, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലിൽ നിന്നും ആ മനുഷ്യൻ ആ രണ്ട് സ്വഹാബക്കളുടെ അടുക്കലേക്ക് ചെല്ലുന്നു. ഭക്ഷണം കിട്ടാത്ത കാര്യം പറയുകയും ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ആ മനുഷ്യൻ നുണ പറഞ്ഞതാണ് എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ആ മനുഷ്യനെ ഈ രണ്ട് സ്വഹാബത്തും ഗീബത്ത് പറയുകയും അദ്ദേഹത്തെ ആക്ഷേപിക്കുകയും ചെയ്യുകയും മറ്റൊരു സ്വഹാബയുടെ അടുക്കിലേക്ക് പറഞ്ഞയക്കുകയും അവിടെ ചെന്നപ്പോഴും അവിടെ ഭക്ഷണം കാണുന്നില്ല. അങ്ങനെ ഈ രണ്ട് സ്വഹാബത്തും വീണ്ടും ഈ സ്വഹാബിയെ
സംശയിച്ചുകൊണ്ട് അവിടേക്ക് ചെല്ലുകയും ഇറങ്ങി ഭക്ഷണമുണ്ടോ എന്ന് അന്വേഷിക്കുകയും ചെയ്തു. അവിടെ നിന്നാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്ന് ഇമാം ഖുർത്തുബിയിൽ പറയുന്നത് കാണാം, തഫ്സീർ ഖുർത്തുബിയിൽ പറയുന്നത് കാണാം. അങ്ങനെയാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്ന്. എന്നാൽ മറ്റൊരു അഭിപ്രായം പറയുന്നത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സുഫിയ ബീവിയും മഗ്രിബിന്റെ സമയത്ത് അവിടെ നിന്നും ഒരു ദൂരെ വഴിയിൽ നിന്നും നടന്നു വരുമ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ ഒരു പെണ്ണിനെ കണ്ടപ്പോൾ, ഒരു സ്ത്രീയെ കണ്ടപ്പോൾ സ്വഹാബത്ത് സംശയിച്ചു പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഒരു പെണ്ണ്, അതും രാത്രിയിൽ. ഈ ഒരൊറ്റ സംശയത്തിൽ നിൽക്കുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് വിളിച്ചു പറയുകയാണ്. സ്വഹാബത്തിന് വേഗത കൂടുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ വേഗത്തിലാകേണ്ടതില്ല, ഇതെന്റെ ബീവി സഫിയയാണ്, മറ്റൊരു പെണ്ണുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്വഹാബത്തിനെ അടക്കി നിർത്തുകയാണ്. അപ്പോൾ അവിടെ നിന്ന് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ നബിയെ നിങ്ങളെ സംശയിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു കാര്യമാണ് ഇത്. ശൈത്താൻ നിങ്ങളുടെ നിങ്ങളുടെ കൽബുകൾ കയറി കൂടിയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഈ ഒരു ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്നും നമുക്ക് ചരിത്രത്തിൽ നിന്ന് മുഫസ്സിറുകൾ പഠിപ്പിക്കുന്നത് കാണാം. എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അഥവാ ദന്നുകളിൽ നിന്ന്, ഭാവനകളിൽ നിന്ന് അധിക ഭാവനകളും എന്നാണ് പറഞ്ഞത്. അപ്പോൾ എവിടെയൊക്കെ ചില ഭാവനകൾക്ക് സാധ്യതയുണ്ട് എന്നതാണ്. ആ ഒരു ഭാവനയുടെ അടിസ്ഥാനത്തിലാണ് ഖിയാസ് എന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. അഥവാ ഖിയാസ് എന്നത് യഥാർത്ഥത്തിൽ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒന്നല്ല. ഒരു നിയമം, ആ നിയമത്തോട് മറ്റു നിയമങ്ങളെ വെച്ച് നോക്കിയിട്ട് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു സംഭവമാണല്ലോ ഖിയാസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതൊരു ഭാവനയാണ്. ആ ഭാവനയും ഇതിന്റെ അടിസ്ഥാനത്തിലാണ്, ഇതിൽ പെടുന്നതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ മുഴുവൻ എന്ന് പറയാതിരുന്നത് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നത് കാണാം. യഥാർത്ഥത്തിൽ ധാരണ എന്ന് പറഞ്ഞാൽ ലാ യുഗ്നി മിനൽ ഹഖ് ശൈഅ എന്നാണ്. അഥവാ ധാരണ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ധാരണക്ക് ഒരു വസ്തുതയുമില്ല. ആ അത്തരത്തിലുള്ള ഒരു മോശപ്പെട്ട സംഭവമാണ്, അത്തരത്തിലൊരു ഉറപ്പുമില്ലാത്ത കാര്യമാണ് ഈ ധാരണ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എന്ന് പറഞ്ഞത്. മുഴുവൻ കാര്യങ്ങളെ പറയാതെ, മുഴുവൻ ധാരണകളെ പറയാതെ ചില ഭാവനകൾ എന്ന് പറഞ്ഞുകൊണ്ട് മഹാന്മാർ പഠിപ്പിക്കുന്നത് കാണാം. ഹദീസുകളിൽ കാണാമല്ലോ, ലാ തളുന്നു ബിൽ മുഅ്മിനീന ഖൈറ, മുഅ്മിനീങ്ങളെ കുറിച്ച് എന്താണ് ലാ തളുന്നു, നിങ്ങൾ ഭാവിക്കരുത്, ബിൽ മുഅ്മിനീന ഖൈറ, മുഅ്മിനീങ്ങളെ കുറിച്ച് നിങ്ങൾ മോശപ്പെട്ടത് ഭാവിക്കരുത്. ഒരു മുഅ്മിനിന്റെ അടുക്കൽ നിന്ന് വല്ല സംഭവങ്ങളും സംഭവിച്ചു എന്ന് കരുതിയാൽ അവിടെ നമ്മൾ തഅ്വീൽ ചെയ്യുകയാണ് വേണ്ടത്. തഅ്വീൽ ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങളാണെങ്കിൽ അത് അവൻ നല്ലത് ചെയ്ത കാര്യമായേക്കാം, അവനിൽ നിന്ന് സംഭവിക്കില്ല എന്നൊരു മൈൻഡിൽ നമ്മൾ എടുക്കുകയാണ് വേണ്ടത്. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ, രാഷ്ട്രീയത്തിന്റെ പേരുകൾ എന്തിന് നമ്മുടെ പള്ളികളെ എടുത്തു നോക്കുകയാണെങ്കിൽ, പള്ളി കമ്മിറ്റികളിൽ പോലും മദ്രസകളിൽ പോലും ഇത്തരത്തിലുള്ള മുസ്ലിമീങ്ങൾ പരസ്പരം തെറ്റും അതുപോലെ തന്നെ ഗീബത്തും പകയും വെച്ച് നടക്കുന്ന ഒരു സന്ദർഭത്തിൽ ഈ ഒരു ആയത്ത് എല്ലാവർക്കും ഒരു ചിന്ത നൽകുന്നുണ്ട്. കാരണം മറ്റൊരു ഹദീസിലൂടെ കാണാം, മുഅ്മിനീങ്ങളെ കുറിച്ച് എന്താണ് നിങ്ങൾ നല്ലത് ചിന്തിക്കുക, നല്ലത് ഭാവിക്കുക. ഇവിടെയൊക്കെ നാം മനസ്സിലാക്കേണ്ടത്, നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് വല്ല അവസരങ്ങളും പറയാൻ കിട്ടുകയാണെങ്കിൽ നാം നല്ലത് പറഞ്ഞുകൊണ്ട് അവരെ തഅ്വീൽ ചെയ്തുകൊണ്ട് അവനിൽ നിന്ന് അങ്ങനെ സംഭവിക്കില്ല എന്ന ഒരു ധാരണ വെച്ചുകൊണ്ട് നാം മുന്നേറണം. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.